നമസ്കാരം. പുതിയൊരു അദ്ദേഹത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് യു പി എസ് സിയുടെ ആപ്ലിക്കേഷൻ, സിവിൽ സർവീസ് പരീക്ഷയുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം. അപ്പോൾ ഇനി ഏകദേശം 108 ദിവസങ്ങളുണ്ട് പരീക്ഷയ്ക്ക്. അപ്പോൾ പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസിൽ ഇനിയും ജോയിൻ ചെയ്യാത്തവർ ജോയിൻ ചെയ്യുക. പ്രിലിംസിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് 55 ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആൻഡ് upsc.gov.in എന്ന് പറയുന്ന ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്ലൈ ചെയ്യാനായിട്ട് upsc.online.nic.in എന്ന് പറയുന്ന വെബ്സൈറ്റ് ഉണ്ട്. അതിൽ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോർ വേരിയസ് എക്സാമിനേഷൻ ഫോർ UPSC എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ റൗട്ട് ചെയ്യുന്നതെന്ന് പറയുന്നത് എക്സാമിനേഷൻ കോഡ് CSP, സിവിൽ സർവീസ് പ്രിലിംസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതിൽ സിവിൽ സർവീസിൻ്റെയും ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസ് എക്സാമിനേഷൻ്റെയും എക്സാമിന് വേണ്ടിയിട്ടുള്ള സിംഗിൾ ആപ്ലിക്കേഷനാണ്. കാര്യം ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രിലിമിനറി സിംഗിളാണ്, സെയിം എക്സാം ആണ്. ആൻഡ് ഇതിൻ്റെ നോട്ടീസ് നമ്പേഴ്സൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നമുക്കതൊന്നും വേണ്ട. നോട്ടീസ് ഡേറ്റ് എന്ന് പറയുന്നത് 4 മാർച്ച് 2021. ആൻഡ് ക്ലോസിംഗ് ഡേറ്റ് എന്ന് പറയുന്നത് 24 മാർച്ച് 2021. സമയം പറയുന്നുണ്ട് 6 മണിക്കുള്ളിലായിട്ടത് ചെയ്തിരിക്കണം, പാർട്ട് 1 ആൻഡ് 2. അപ്പോൾ പാർട്ട് 1 ചെയ്തതിന് ശേഷം മാത്രം പാർട്ട് 2 ചെയ്യാനായിട്ട് ശ്രമിക്കുക. ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 1. ഇവിടെ ഇങ്ങനെ പാർട്ട് 1 വരുമ്പോൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഇൻസ്ട്രക്ഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവും. ഓക്കെ, ഡീറ്റെയിൽഡ് ഇൻസ്ട്രക്ഷൻസ് നമുക്കത് ഡൗൺലോഡ് ചെയ്യാനും സാധിക്കും. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അല്ലെങ്കിൽ അറിയില്ലാത്തവർ ആ ഒരു PDF കൂടി ഒന്ന് ഡൗൺലോഡ് ചെയ്യുക. ആൻഡ് ഇതിൽ തന്നെ ചോദിക്കുന്നുണ്ട്, ഹാവ് യു റീഡ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് ആൾ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ഡീറ്റെയിൽ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇതിൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻ ഡെപ്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വായിച്ച് നോക്കുക. ഫസ്റ്റ് ടൈം അപ്ലൈ ചെയ്യുന്നവർ എസ്പെഷ്യലി കാര്യങ്ങൾ നോക്കുക. ഫോട്ടോഗ്രാഫൊക്കെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകമായിട്ട് തന്നെ സൈസ് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഡിജിറ്റൽ സൈസ് പറയുന്നുണ്ട്, 300 KB താഴെ ആയിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് നോക്കുക. സിഗ്നേച്ചറിനും ഒക്കെ അതിൻ്റെതായിട്ട് ഫോർമാറ്റ് ഉണ്ട്, എല്ലാം ഒന്ന് വായിച്ച് നോക്കാം. ദെൻ നമുക്ക് പാർട്ട് 1 ആപ്ലിക്കേഷനിലോട്ട് പോവാം. യെസ്, അപ്പോൾ ഇതിൽ ആദ്യം വേണ്ടതെന്ന് പറയുന്നത് പേര്, നെയിം കൊടുക്കുക എന്നുള്ളതാണ്. സോ ഇവിടെ നമ്മുടെ ഒരു ആപ്ലിക്കൻറ്റിന് വേണ്ടിയിട്ടുള്ള ഇതാണ് നമ്മൾ നോക്കുന്നത്. ദെൻ നെക്സ്റ്റ് ജെൻഡർ സെലക്ട് ചെയ്യുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. 1/12/98 ഇപ്പം ഞാൻ എടുക്കുന്ന ആപ്ലിക്കൻറ്റിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്. ദെൻ ഫാദേഴ്സ് നെയിം, ദെൻ മദേഴ്സ് നെയിം ഇവിടെ മെൻഷൻ ചെയ്യണം. അത് കഴിഞ്ഞ് നാഷണാലിറ്റി ഇന്ത്യൻ ഇവിടെ ആണ് വരുന്നത്, അതേഴ്സും സെലക്ട് ചെയ്യാൻ നിൽക്കേണ്ട. ആൻഡ് മാരിറ്റൽ സ്റ്റാറ്റസ് ഇവിടെ കൊടുക്കണം. മാരീഡ് ആണെങ്കിൽ അങ്ങനെ, ഡിവോഴ്സ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ, എല്ലാ ഓപ്ഷനും ഉണ്ട്. പ്രോപ്പറായിട്ടുള്ള ഇൻഫർമേഷൻ മാത്രം കൊടുക്കുക. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് അൺമാരീഡ്. ആൻഡ് എന്തെങ്കിലും ഡിസേബിലിറ്റി ബെഞ്ച് മാർക്ക് ഉണ്ടോ എന്ന് ബൈ ഡിഫാൾട്ട് നോ ആണുള്ളത്. ഏതെങ്കിലും ഡിസേബിലിറ്റി ഉണ്ട് എന്നുണ്ടെങ്കിൽ UPSC പറയുന്ന തരത്തിലുണ്ടെങ്കിൽ അത് യെസ് കൊടുക്കാം. അതിൻ്റേതായിട്ടുള്ള ഫോർമാലിറ്റീസ് പിന്നെ ഫില്ല് ചെയ്യേണ്ടി വരും. ദെൻ കംസ് കമ്മ്യൂണിറ്റി. ഹിയർ ഇറ്റ് ഈസ് OBC. നമുക്ക് OBC ആയ ഒരാളിനും രജിസ്ട്രേഷൻ, അതായത് റിസർവേഷൻ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ജനറൽ സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ OBC, അല്ലെങ്കിൽ SC/ST കമ്മ്യൂണിറ്റി ആണെങ്കിൽ അങ്ങനെ. ഇനി അതർ ബാക്ക്വേർഡ് അല്ലെങ്കിൽ അതർ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ആണെന്നുണ്ടെങ്കിൽ EWS സെലക്ട് ചെയ്യാം. ഹിയർ ഇറ്റ് ഈസ് OBC, സോ ഐ എം സെലക്ടിങ് ഇറ്റ്. ആൻഡ് ഇവിടെ ക്രീമി ലെയർ വരുമ്പോൾ നോ ആണ് വരുന്നത്. സോ നോ കൊടുക്കണമെങ്കിൽ NCL സർട്ടിഫിക്കറ്റ് കൂടി വേണം. NCL സർട്ടിഫിക്കറ്റിൽ നമുക്കിവിടെ സർട്ടിഫിക്കറ്റ് നമ്പർ, ഇഷ്യൂയിങ് അതോറിറ്റി നെയിം, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഡേറ്റ്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഇൻഫർമേഷൻ കൂടെ നമുക്കൊന്ന് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നിട്ട് ആദ്യം സർട്ടിഫിക്കറ്റ് നമ്പർ കൊടുക്കുക. ദെൻ കംസ് ഇഷ്യൂയിങ് അതോറിറ്റി നെയിം. മുമ്പ് ഒരു റെഫറൻസ് ഇതുപോലെ ചോദിച്ചിട്ടില്ല, അപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു കൺഫ്യൂഷൻ നിൽക്കുന്നുണ്ട്. നോർമലി തഹസിൽ ഓഫീസിൽ നിന്നാണ് ഇത് കിട്ടുന്നത്, അതുകൊണ്ട് തന്നെ തഹസിൽദാർ കോമ യൂസ് ചെയ്യാൻ പറ്റില്ല.
Katakada Taluk Office, then mentioning Government of Kerala. ഓക്കെ, ഇപ്പോൾ ഇത്രയും ഇൻഫർമേഷൻസ് ഇവിടെ കൊടുത്തു. തഹസിൽദാർ കാട്ടാക്കട താലൂക്ക് ഓഫീസ്, ഗവൺമെൻറ് ഓഫ് കേരള. ഓക്കെ, ആൻഡ് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തിട്ടുള്ളൊരു ഡേറ്റ് കൂടി ഉണ്ടായിരിക്കും. ആൻഡ് ഇത് 2021 ജാനുവരി 23-ാം തീയതിയാണ് ഈ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തത്. സോ ഗിവിൻ ദ ഡേറ്റ്. ആൻഡ് മൈനോറിറ്റി ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആൻഡ് ചിലതിൽ മൈനോറിറ്റി എസ് കൊടുത്തു കഴിഞ്ഞാൽ യു ഹാവ് മോർ ഓപ്ഷൻസ്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ളവർ അത് ചൂസ് ചെയ്യുക, അങ്ങനെ അല്ലാണ്ടുള്ളവർ നോ ചൂസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത് സെലക്ട് യുവർ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ്. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ കൊടുക്കുമ്പോൾ 2 ഓപ്ഷനാണ് വരുന്നത്. ആൾറെഡി പാസ്ഡ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ വരുന്നുണ്ട്. അപ്പിയർഡ് ഓർ അപ്പിയറിംഗ് അറ്റ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഡിഗ്രി ഓൺ ഗോയിങ് എക്സാമിനേഷൻ നടക്കുന്നവർ, ഫൈനൽ ഇയർ എക്സാം എഴുതുന്നവർക്ക് രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അല്ല, എക്സാം അപ്ലൈ ചെയ്തവരോ അല്ലെങ്കിൽ അറ്റൻഡ് ചെയ്തവർക്കും അത് യൂസ് ചെയ്യാം. ഇനി ആൾറെഡി പാസ്സായിട്ടുള്ളവർക്ക് ആൾറെഡി പാസ്ഡ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ സെലക്ട് ചെയ്യാം. ആൻഡ് അത് കഴിഞ്ഞാൽ സ്ട്രീം ഇവിടെ സെലക്ട് ചെയ്യണം. സ്ട്രീം സെലക്ട് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ടോപ്പിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ, അതായത് ഗ്രാജുവേറ്റ് ഡിഗ്രി വിത്ത് അറ്റ്ലീസ്റ്റ് ആനുവൽ ഹസ്ബൻഡറി, ബോട്ടണി, കെമിസ്ട്രി അങ്ങനെ തുടങ്ങിയ കുറേ സബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. ഇത് ഏതെങ്കിലും സെലക്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് IFS അല്ലെങ്കിൽ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസിന് വേണ്ടിയിട്ട് കൂടി അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അല്ലാത്തവർക്ക് അത് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് BA ഇംഗ്ലീഷാണ്. സോ BA ഇംഗ്ലീഷ് ഇതിൻ്റെ കൂട്ടത്തിൽ ഇല്ല എന്ന് തോന്നുന്നു. സോ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ വി ഷുഡ് സെലക്ട് അതേഴ്സ്. ഓക്കെ, ആൻഡ് ഫോർ വിച്ച് എക്സാമിനേഷൻ യു വുഡ് ലൈക്ക് ടു ബി കൺസിഡേർഡ്. ഇതിൽ സിവിൽ സർവീസ് മാത്രമേ വരുന്നുള്ളൂ. ഇവിടെ എനിക്ക് വേണമെങ്കിൽ ഒരു ഓപ്ഷൻ കാണിക്കാം. ഫോർ എക്സാമ്പിൾ ഞാനിവിടെ മാത്തമാറ്റിക്സ് വൺ ഓഫ് ദ സബ്ജക്റ്റായിട്ട് സെലക്ട് ചെയ്യുമെന്ന് വെച്ചാൽ അവിടെ ഇന്ത്യൻ ഫോറസ്റ്റ് സർവീസും കൂടി വരും. അതാണ് അതിലൊരു ഡിഫറൻസ് എന്ന് പറയുന്നത്. സോ ഹിയർ ഇറ്റ് ഈസ് അതേഴ്സ് ആൻഡ് സിവിൽ സർവീസ്. ഓക്കെ, അപ്പോൾ ഒരു കൺഫർമേഷൻ കൂടി ഒന്ന് ചോദിക്കും. അത് പിന്നീട് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. സോ ആൾറെഡി പാസ്ഡ് ഡിഗ്രി ഓർ ഇക്വലൻ്റ് എക്സാമിനേഷൻ, ദെൻ കംസ് അതേഴ്സ് ആൻഡ് സിവിൽ സർവീസസ്. ദെൻ ഇവിടെ അഡ്രസ്സ് മെൻഷൻ ചെയ്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണുള്ളത്. അഡ്രസ്സ് മെൻഷൻ ചെയ്ത് കൊടുക്കുക, സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, ആൻഡ് പിൻകോഡ് സെലക്ട് ചെയ്യുക, മൊബൈൽ നമ്പർ പ്രോപ്പറായിട്ട് മൊബൈൽ നമ്പർ കൊടുക്കുക. ഫോൺ നമ്പർ കൊടുത്തില്ലെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, മൊബൈൽ നമ്പർ പ്രോപ്പറായിട്ട് കൊടുക്കുക. ഈ ആസ്ട്രിച്ച് സിമ്പിളുള്ള, ഈ റെഡ് കളർ സിമ്പിളുള്ള എല്ലാം മാൻഡേറ്ററി ആണ്. ആൻഡ് ഇമെയിൽ അഡ്രസ് ഓൾസോ യു നീഡ് ടു മെൻഷൻ പ്രോപ്പർലി. ആൻഡ് 2 തവണ ഇമെയിൽ അഡ്രസ്സ് കൊടുക്കണം, ഒരു ആൾട്ടർനേറ്റീവ് ഇമെയിൽ അഡ്രസ്സ് കൂടി കൊടുക്കണം. അപ്പോൾ ഇമെയിൽ യൂസ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ഒരു യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ആക്സസിബിൾ ആയിട്ടുള്ള ഒരു ഇമെയിൽ തന്നെ കൊടുക്കുക. അങ്ങനെ പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ യു മെൻഷൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും ആ ഒരു പാസ്വേഡ് കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുക, മറന്നു പോകരുത്. അപ്പോൾ ഇവിടെ അഡ്രസ് ഇൻഫർമേഷൻ കൊടുക്കുക. അപ്പോൾ ഇൻഫർമേഷൻസ് കൊടുക്കുക, ദെൻ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അതിന് മുമ്പ് ഒരു തവണയെങ്കിലും വായിച്ചു നോക്കുക പ്രോപ്പറായിട്ട്. ആൻഡ് ഏജ് റിലാക്സേഷൻ ഇവിടെ ക്ലെയിം ചെയ്യുന്നുണ്ടോയെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്ന ഒരു കാൻഡിഡേറ്റ് ആയതുകൊണ്ട് നോയാണ്. ആൻഡ് ഫസ്റ്റ് ടൈം അറ്റൻഡ് ചെയ്യുന്നവരായാലും ഇപ്പോൾ റിസർവേഷൻ്റെ കീഴിലാണെന്നുണ്ടെങ്കിൽ എസ് കൊടുക്കുക. ആ ഒരു നമ്പർ ഓഫ് ചാൻസ്, അതായത് ആദ്യത്തെ 6 ചാൻസ് കഴിഞ്ഞു എന്ന് ഉറപ്പുണ്ടെങ്കിൽ യെസ് കൊടുക്കുക. അങ്ങനെ അല്ലെങ്കിൽ ക്ലെയിമിംഗ് ഏജ് റിലാക്സേഷൻ നോ കൊടുക്കുക, ദെൻ കണ്ടിന്യൂ. ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് എന്ന് പറയുന്നത് നമുക്കിവിടെ ഓപ്ഷൻ ഉള്ളത് ആധാർ, ഡ്രൈവിംഗ് ലൈസൻസ്, പാൻ കാർഡ് പോലെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. ആൻഡ് ഹിയർ കംസ് ഇവിടെ ആധാർ ആണ് സെലക്ട് ചെയ്യുന്നത്. യു ക്യാൻ സെലക്ട് എനി ഓഫ് ദീസ്. ആൻഡ് അത് കഴിഞ്ഞാൽ ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡിൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്യണം. അത് 2 തവണ മെൻഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആദ്യം കൊടുക്കുക, വീണ്ടും കൺഫേം ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് നമ്പർ എന്ന് പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നുണ്ട്. അപ്പോൾ വീണ്ടും ഒന്ന് കൊടുക്കുക. കാര്യം ഇത് ഇൻഫർമേഷൻ തെറ്റിപ്പോകാണ്ടിരിക്കാനാണ് ഇങ്ങനെ 2 തവണ മെൻഷൻ ചെയ്യാനായിട്ട് പറയുന്നത്. ഓക്കെ, അത് കഴിഞ്ഞാൽ നമ്മൾ ആൾറെഡി ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത ആളെന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ ഗ്രാജുവേഷൻ ലെവലിൻ്റെ പെർസെൻറ്റേജ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് നമുക്കിവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇതിൽ പോയിൻ്റ് ഒന്നും കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുള്ള എത്രയാണോ അത് തന്നെ കൊടുക്കുക. ദെൻ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സ് ആൾറെഡി മെയ്ഡ് ഇൻ ദ സിവിൽ സർവീസ് എക്സാമിനേഷൻസ്, ആദ്യമായിട്ട് അറ്റൻഡ് ചെയ്യുന്നവർ 0 കൊടുക്കുക. ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട് എൻ്റർ 0 ഇഫ് നോട്ട് അപ്പിയർഡ് ഏർലിയർ. അങ്ങനെയല്ല നിങ്ങൾ 2-3 തവണ ആൾറെഡി അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഹോണസ്റ്റ് ആയിട്ട് ഇവിടെ ഇൻഫർമേഷൻ കൊടുക്കുക.
ആൻഡ് സെൻറ്റർ ഫോർ CSM എക്സാമിനേഷൻ എന്ന് വെച്ചാൽ മെയിൻ എക്സാമിനേഷൻ എഴുതാൻ ഉദ്ദേശിക്കുന്ന സെൻറ്ററാണ്. വളരെ കുറച്ച് സെൻറ്റേഴ്സേ ഉള്ളൂ. അതിൽ നിങ്ങൾക്ക് ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ളൊരു സെൻറ്റർ ചൂസ് ചെയ്യുക. ഹിയർ ഐ എം സെലക്ടിങ് ട്രിവാൻഡ്രം. ആൻഡ് ലാംഗ്വേജ് മീഡിയം ഫോർ എക്സാമിനേഷൻ പേപ്പർ 1 to 5. ഇത് ഉദ്ദേശിക്കുന്നത് പേപ്പർ 1 എന്ന് പറയുന്ന എസ് പേപ്പർ, പേപ്പർ 5 എന്ന് പറയുന്ന എത്തിക്സ് പേപ്പർ. ഓക്കെ, അതായത് GS 1, 2, 3, 4 ആൻഡ് എത്തിക്സ് പേപ്പർ, അങ്ങനെ 5 പേപ്പർ എഴുതേണ്ടുന്ന മീഡിയമാണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ആൻഡ് മലയാളം എഴുതുന്നവർ മലയാളത്തിൽ ചൂസ് ചെയ്ത് കൊടുക്കാം. അങ്ങനെയല്ല, നിങ്ങളിപ്പോൾ ഇംഗ്ലീഷിലാണ് എഴുതുന്നതെങ്കിൽ ഇംഗ്ലീഷ് ചൂസ് ചെയ്ത് കൊടുക്കുക. ദെൻ ഓപ്ഷണൽ സബ്ജക്റ്റ് ഫോർ പേപ്പർ 6 and 7 നിങ്ങളുടെ ഓപ്ഷണൽ സബ്ജക്റ്റ് ആണ് ചോദിക്കുന്നത്. സോ ഇവിടെ വന്നിട്ടുള്ളത് ലിറ്ററേച്ചർ ഓഫ് മലയാളം ലാംഗ്വേജ് ആണ്. ലിറ്ററേച്ചർ ഓഫ് മലയാളം ലാംഗ്വേജ് ആയതുകൊണ്ട് തന്നെ ലാംഗ്വേജ് ഓഫ് മീഡിയം ഓഫ് ഓപ്ഷണൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈ ഡിഫാൾട്ട് മലയാളമാണ്. സപ്പോസ് നിങ്ങളിവിടെ ഹിസ്റ്ററിയാണ് സെലക്ട് ചെയ്യുന്നതെങ്കിൽ യു ക്യാൻ എയ്തർ സെലക്ട് ഇംഗ്ലീഷ് ഓർ മലയാളം ഓർ ഹിന്ദി, വാട്ട് എവർ യു നീഡ്. ഓക്കെ, ആൻഡ് ഡു യു ഹെയിൽ ഫ്രം അരുണാചൽ പ്രദേശ് ഓർ മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ് ഓർ സിക്കിം? നോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പേപ്പർ എ ഇംഗ്ലീഷ് ചൂസ് ചെയ്യാം. അങ്ങനെയല്ലെങ്കിൽ ഇഫ് നോ, സെലക്ട് എ ലാംഗ്വേജ് ഫോർ പേപ്പർ എ. നോർമലി ഇത് ഇന്ത്യൻ ലാംഗ്വേജ് ആണ് ചൂസ് ചെയ്യേണ്ടത്, നമ്മളിവിടെ മലയാളം തന്നെയാണ് ചൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് കണ്ടിന്യൂ. അപ്പോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു റിവ്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പം ഓരോന്നായിട്ട് നോക്കുക. നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു സെക്യൂരിറ്റി കോഡ് കൊടുക്കുക. ഇവിടെ സെക്യൂരിറ്റി കോഡ് വന്നിട്ടുണ്ട്, ആ സെക്യൂരിറ്റി കോഡ് ഇവിടെ മെൻഷൻ ചെയ്യുക. ദെൻ ഐ എഗ്രി എന്നുള്ള കാര്യത്തിൽ കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. റിവ്യൂ ചെയ്തതിന് അവസാനം എന്തെങ്കിലും അപ്ഡേറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട് അപ്ഡേറ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒരു കൺഫേം റാൻഡം ഇമേജ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. ഇത് ആക്ച്വലി ഇമേജ് ആണ്, നമ്മളത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഹിയർ ഇറ്റ് കം JE44E0 ആണ്. ഓക്കെ, നിങ്ങൾക്കിത് വായിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് റിഫ്രഷ് ചെയ്യുക ആൻഡ് ഗോ ഫോർ ഐ എഗ്രി. Okay, once you agree, no changes will be permissible in part 1 registration on your application. Okay. ഓക്കെ, അപ്പോൾ ഇവിടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു രജിസ്ട്രേഷൻ ID നിങ്ങൾക്ക് കിട്ടും. ദെൻ നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് യുവർ അഡ്രസ് വിൽ ബി വിസിബിൾ. ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു മെസ്സേജ് UPSC എന്ന് കിട്ടും ആൻഡ് ഇമെയിൽ ആൾസോ നിങ്ങൾക്ക് കിട്ടും. എന്നിരുന്നാലും ഇതൊന്ന് സേവ് ചെയ്ത് വയ്ക്കുക, അല്ലെങ്കിൽ ഒന്ന് പ്രിൻ്റ് എടുത്ത് വയ്ക്കുക. ഓക്കെ, സോ ഓക്കെ, പാർട്ട് 1 രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ പാർട്ട് 2ൻ്റെ രജിസ്ട്രേഷൻ ആണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെക്കൻഡ് പാർട്ടിൻ്റെ രജിസ്ട്രേഷൻ പോകാനായിട്ട് ക്ലിക്ക് ഹിയർ ഫോർ പാർട്ട് 2 രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ചോദിക്കുന്ന രജിസ്ട്രേഷൻ ID, ഡേറ്റ് ഓഫ് ബർത്ത് ആൻഡ് കൺഫേം എ റാൻഡം ഇമേജ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ റാൻഡം ഇമേജ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് രജിസ്ട്രേഷൻ ID കോപ്പി ചെയ്യുക. കോപ്പി ചെയ്തതിന് ശേഷം അവിടെ നിന്ന് കൊടുക്കുക. അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഹിയർ ഇറ്റ് ഈസ് 98 December 1. ഇവിടെ നമ്മുടെ ഒരു ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. NM W539 സബ്മിറ്റ്. ഓക്കെ, അപ്പോൾ ആദ്യം പേയ്മെൻറ്റിൻ്റെ ഓപ്ഷനാണ് ഇവിടെ ചോദിക്കുന്നത്. പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ത്രൂ SBI ബ്രാഞ്ച് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പേ ബൈ ക്യാഷ് ആണെന്നുണ്ടെങ്കിൽ അത് ചെല്ലാൻ ആക്കി അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബാങ്കിൽ പോയിട്ട് ആ പേയ്മെൻറ്റ് അടയ്ക്കുക. അതിന് ശേഷം അത് അപ്ലോഡ് ചെയ്യുകയാണ് ഇവിടെ വേണ്ടത്. അപ്പോൾ അങ്ങനെ അല്ല, നിങ്ങൾക്ക് പേ ബൈ കാർഡ് ഓപ്ഷനുണ്ട്, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഓപ്ഷനുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് പേ ബൈ കാർഡ് ഓപ്ഷനിൽ മുന്നോട്ട് പോകാം. സോ ഇവിടെ ഫീസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ജനറൽ കാൻഡിഡേറ്റിനും OBC കാൻഡിഡേറ്റിനും വരുന്ന ഫീസ് എന്ന് പറയുന്നത് 100 rupees ആണ്. ഫീമെയിൽ കാൻഡിഡേറ്റ്സോ SC/ST കാൻഡിഡേറ്റ്സോ ആണെന്നുണ്ടെങ്കിൽ ഫീസ് ഇല്ല. അപ്പോൾ 100 rupees ആണ് അതിൻ്റെ മാക്സിമം ഫീ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു ട്രാക്ക് ID കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആൻഡ് നിങ്ങളുടെ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കുക. ദെൻ അതിൻ്റെ എക്സ്പയറി എന്ന് പറയുമ്പോൾ അതിൻ്റെ കാർഡിൻ്റെ തൊട്ട് താഴെ തന്നെ ഒരു എക്സ്പയറി കാണും. മന്ത് ആൻഡ് ഇയർ കൊടുക്കുക. ദെൻ കാർഡ് ഹോൾഡേഴ്സ് നെയിം കൊടുക്കുക. CVV നമ്പർ എന്ന് പറഞ്ഞാൽ കാർഡിൻ്റെ പുറകു സൈഡിലുള്ള 3 അക്ക നമ്പറാണ്. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഈ ഒരു ക്യാരക്ടേഴ്സ്
5 ലെറ്റേഴ്സ് ഉള്ള ക്യാരക്ടേഴ്സ്, അതൊരു ക്യാപ്ചയാണ്, അത് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക. അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഇതിൽ ചെയ്യുകയാണ്. ഓക്കെ, സോ ട്രാൻസാക്ഷൻ ബീങ് പ്രോസസ്ഡ്, പ്ലീസ് വെയിറ്റ്. സംടൈംസ് എററൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് വീണ്ടും കൊണ്ട് ട്രൈ ചെയ്യുക. ഓക്കെ, ആദ്യത്തെ തവണ ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ അത് ഫെയിൽ ആവുകയാണ് ചെയ്തത്. ദിസ് ടൈം ഇറ്റ്സ് ക്യാപ്ചേർഡ് ആൻഡ് രജിസ്ട്രേഷൻ ഐ ഡി, ട്രാൻസാക്ഷൻ ഐ ഡി ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് കൊണ്ട് സക്സസ്ഫുള്ളി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ എന്തായാലും ഇതിൻ്റെ ഒരു സ്ക്രീൻഷോട്ടോ കാര്യങ്ങളോ എന്തെങ്കിലും ഒന്ന് എടുത്തു വയ്ക്കാം. ദെൻ കണ്ടിന്യൂ. ഓക്കെ, ഇവിടെ നമുക്ക് അപ്ലോഡ് യുവർ സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, അപ്ലോഡ് യുവർ സ്കാൻഡ് സിഗ്നേച്ചർ, അപ്ലോഡ് യുവർ സ്കാൻഡ് ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ്. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാം 300 KB താഴെ തന്നെ ആയിരിക്കണം. ആദ്യത്തെ 2 എണ്ണം ഒരു 350 × 350 പിക്സൽസ് ആണ് അതിൻ്റെ ഒരു സൈസ് എന്ന് പറഞ്ഞാൽ. ഞങ്ങൾ ആൾറെഡി അത് ക്രോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫോട്ടോ അക്സെപ്റ്റബിൾ ഫോട്ടോസ്, ഇങ്ങനെയുള്ള ഫോട്ടോസ് അക്സെപ്റ്റബിൾ ആണ്, ഇങ്ങനെയുള്ള സിഗ്നേച്ചേഴ്സ് അക്സെപ്റ്റബിൾ ആണ്. നോൺ അക്സെപ്റ്റബിൾ ഫോട്ടോസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുക്കരുത്, ഇങ്ങനെ കോർണേഡ് ആകരുത്, ഇങ്ങനെ ചരിച്ച് കൊടുക്കരുത്, ക്ലിയർ അല്ലാത്ത ഫോട്ടോസ് എടുക്കാതിരിക്കുക. ഓക്കെ, ഇതുപോലെയുള്ള കാര്യങ്ങളൊന്നും അക്സെപ്റ്റബിൾ അല്ല. അതൊന്ന് പ്രത്യേകമായിട്ട് നോക്കിയതിന് ശേഷം നിങ്ങളത് നന്നായിട്ട് വർക്ക് ചെയ്യുക. സോ യു ക്യാൻ അപ്ലോഡ് ദ ഫോട്ടോ, ദെൻ സിഗ്നേച്ചർ, ദെൻ ഫൈനലി ഓക്കെ ദ PDF. ഓക്കെ, ദ PDF ഫോർമാറ്റ് എന്ന് ഇവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ബാക്കി രണ്ടും JPG ഫോർമാറ്റ് ആണെന്ന് പറയുന്നത്. ദെൻ അപ്ലോഡ് ഇമേജസ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റുന്നത് വെച്ചാൽ ഫോട്ടോ അപ്ലോഡറായിട്ട് കാണാം, ദെൻ സിഗ്നേച്ചർ അപ്ലോഡർ ആണ്, ദെൻ ദ ID പ്രൂഫ് ആൾസോ. അപ്പോൾ ഇതൊരു അക്സെപ്റ്റബിൾ ഫോർമാറ്റിലാണ്. സോ വി ക്യാൻ ഗോ ഫോർ കണ്ടിന്യൂ. ഇനി ഫോട്ടോ ഐഡൻറ്റിറ്റി കാർഡ് ഇവിടെ ചോദിക്കുകയാണ്. ആധാർ കാർഡിൻ്റെ നമ്പർ ഒന്നുകൂടി ഇവിടെ ചോദിക്കുകയാണ്. നമുക്ക് ആധാർ കാർഡിൻ്റെ നമ്പർ ഇവിടെ മെൻഷൻ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് ID ആണോ ചൂസ് ചെയ്യുന്നത് ആ ID തന്നെ, ആ ഒരു നമ്പർ തന്നെ ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ആൻഡ് എക്സാമിനേഷൻ സെൻറ്റർ, ഇത് പ്രിലിംസ് എക്സാം സെൻറ്റർ ആണ് ഇവിടെ ചൂസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ ട്രിവാൻഡ്രമാണ് ചൂസ് ചെയ്യുന്നത്. പ്രിലിംസ് എക്സാം സെൻറ്റേഴ്സിൻ്റെ എണ്ണം കൂടുതലാണ്. ആൻഡ് ഡിക്ലറേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിക്ലറേഷൻ വായിച്ചു നോക്കുക. അതിനുശേഷം ഐ ഹാവ് റെഡ് ദ ഡിക്ലറേഷൻ ആൻഡ് എഗ്രി, ഫൈനലി സബ്മിറ്റ്. ഓക്കെ, സോ ഫൈനൽ സബ്മിഷൻ. അപ്പോൾ നമുക്ക് സ്റ്റെപ്സ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പാർട്ട് 1 രജിസ്ട്രേഷൻ, ദെൻ പേയ്മെൻറ്റ്, ഫോട്ടോ, സിഗ്നേച്ചർ ആൻഡ് ഐഡൻറ്റിറ്റി കാർഡ് അപ്ലോഡ്, ദെൻ സെൻറ്റർ സെലക്ഷൻ ആൻഡ് എഗ്രിയിങ് ദ ഡിക്ലറേഷൻ. അപ്പോൾ തന്നെ നമ്മുടെ മൊബൈലിൽ ഒരു മെസ്സേജ് കിട്ടും, പാർട്ട് 2 ആപ്ലിക്കേഷൻ ഹാസ് ബീൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞിട്ട് UPSC എന്നൊരു മെസ്സേജ് കൂടി കിട്ടും. ആൻഡ് മേക്ക് ഷുവർ യു വ്യൂ ദ ആപ്ലിക്കേഷൻ ആൻഡ് പ്രിൻറ്റ് ഇറ്റ്. അപ്പോൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു രജിസ്ട്രേഷൻ ID, നിങ്ങളുടെ ID തന്നെ ചോദിക്കും. അത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്യുക. ഇങ്ങനെ സബ്മിറ്റ് കൊടുക്കുമ്പോൾ നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. നമുക്ക് ഫൈനലി ഒരു നമ്മുടെ ഫോട്ടോസ് കാര്യങ്ങളൊക്കെ കാണാം. ആൻഡ് ഫയൽ അപ്ലോഡഡ് ആൻഡ് എക്സാമിനേഷൻ സെൻറ്റർ ട്രിവാൻഡ്രം ആൻഡ് CSM എക്സാമിനേഷൻ സെൻറ്റർ മെയിൻസിൻ്റെ സെൻറ്ററും നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇതും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കി ചെയ്യുക. സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് നിങ്ങൾക്ക് അത് പ്രിൻ്റ് എടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ദിസ് സൈക്കിൾ സൈനിങ് ഓഫ്. ഗുഡ് ബൈ.